കണ്ണൂരിലെ ഇ.കെ. നായനാർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് എം.എ. ഫാരിസ് അബൂബക്കർ 60 ലക്ഷം രൂപ സംഭാവന നൽകിയത് കൊച്ചി വളന്തക്കാട് ദ്വീപിലെ ഹൈടെക് സിറ്റിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ജനശക്തി വാരികയുടെ ആരോപണം. ഫാരിസ് ഭൂമി വാങ്ങിക്കൂട്ടാൻ പണം ചെലവിട്ടതിന്റെ രേഖകൾ സഹിതം വാരികയുടെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് വെളിപ്പെടുത്തലുകൾ. ദ്വീപിലെ 400 ഏക്കറാണ് നിർദ്ദിഷ്ട ഹൈടെക് സിറ്റിയുടെ ഭൂവിസ്തൃതി. ഇതിൽ 320 ഏക്കർ മാത്രമേ തൽക്കാലം സ്വന്തമായുള്ളൂ. ബാക്കി 80 ഏക്കർ സർക്കാർ ഏറ്റെടുത്ത് നൽകണം. 5000 കോടിയാണ് മുതൽ മുടക്ക്. 75,000 പേർക്ക് തൊഴിൽ നൽകും. ഇത്രയും വിവരങ്ങൾ സർക്കാരിന് ലഭിച്ചതുതന്നെ 2007 ഓഗസ്റ്റിൽ വ്യവസായ മന്ത്രിയുമായി ഒപ്പുവെച്ച ഒരു ധാരണാപത്രത്തിന് മന്ത്രിസഭ അനുമതി നൽകിയതുവഴിയാണെന്നാണ് വാരിക ചൂണ്ടിക്കാട്ടുന്നത്. ഫാരിസിന്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ടും ഫാരിസിന്റെ കമ്പനിയായ പാരറ്റ് ഗ്രൂവിന്റെ അക്കൗണ്ടിൽ നിന്നും ഭൂമി വിൽപ്പന ഏജന്റായ ജോസ് കൂട്ടൻ വഴിയാണ് ഉടമകൾക്ക് ഡിഡി നൽകിയത്. ദ്വീപിൽ 320 ഏക്കർ ഭൂമി വാങ്ങിയത് ചെന്നൈയിൽ കോത്താരി ബിൽഡിംഗ്സിലെ 115 നമ്പർ മുറിയിൽ പ്രവർത്തിക്കുന്ന 1 ഡസനോളം കമ്പനികളാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഫാരിസിന്റെ പാരറ്റ് ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നായനാർ ഫുട്ബോളിന് പണം നൽകിയതും ഹൈടെക് സിറ്റിക്ക് വേണ്ടി ഭൂമി വാങ്ങാൻ പണം നൽകിയതും ഒരേ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഹൈടെക് സിറ്റി ഉൾപ്പെടെ സംസ്ഥാനത്തെ 6 പ്രധാന പദ്ധതികൾ വരുന്നതിന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനാണ് എതിർ നിൽക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുന്ന CPM പാർട്ടി കത്തിന്റെ ഭാഗങ്ങളും വാരികയിലുണ്ട്. മനോരമ